സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിയോണ്ട് ബോർഡേഴ്സിന് നരേഷൻ മമ്മൂട്ടിയുടെ ശബ്ദത്തിലാണ്. ബിയോണ്ട് ബോർഡേഴ്സിന് ഡബ് ചെയ്യാൻ മമ്മൂട്ടിയെ മോഹൻലാൽ ക്ഷണിച്ചപ്പോൾ മമ്മൂട്ടി ആദ്യം ആ ക്ഷണം നിരസിച്ചത് ഇരുവർക്കുമിടയിൽ പിണക്കം സൃഷ്ടിച്ചെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വാർത്തകളോട് പ്രതികരിച്ചിരിക്കുകയാണ് മേജർ രവി. മേജർ രവിയുടെ പ്രതികരണത്തിലേക്ക്. ബിയോണ്ട് ബോർഡേഴ്സിന്റെ നരേഷൻ മമ്മൂട്ടിയുടെ ശബ്ദത്തിലാണ്. ഇതേക്കുറിച്ച് ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. ശബ്ദം നൽകാനെത്തിയ മമ്മൂട്ടി പിണങ്ങിപ്പോയെന്നൊക്കെ ചില സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ കണ്ടു. എന്തിനാണ് ആളുകൾ ഇങ്ങനെ അസത്യം പ്രചരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെയുള്ള വാർത്തകളൊക്കെ തെറ്റാണ്. നടന്നത് ഇതാണ്. മമ്മൂക്ക ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. 19/7 വേണ്ടി ഒരു വോയിസ് ഓവർ നൽകണമെന്ന്. എനിക്ക് സമയമുണ്ടാവില്ലെന്ന് പറഞ്ഞ് വേഗത്തിൽ അദ്ദേഹം നടന്നുപോയി. പിന്നീട് എൻ്റെ മുഖം കണ്ട് ലാലേട്ടൻ ചോദിച്ചു എന്താണ് വിഷയമെന്ന്. മമ്മൂക്ക ഇങ്ങനെ പ്രതികരിച്ച കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾ നോക്കിക്കോ, വൈകുന്നേരം ആകുമ്പോഴേക്കും മമ്മൂക്ക നിങ്ങളെ തിരിച്ചു വിളിക്കുമെന്ന് ലാലേട്ടൻ പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ രീതിയാണെന്നും അതിൽ വിഷമിക്കാനൊന്നുമില്ലെന്നും. അതുപോലെ തന്നെ സംഭവിച്ചു. വൈകുന്നേരമായപ്പോൾ മമ്മൂക്ക എന്നെ തിരിച്ചു വിളിച്ചു. ചെയ്തു തരാമെന്ന് പറഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ വന്ന് ചെയ്തു. ആവശ്യമായ സമയമെടുത്തു തന്നെ. ചെറുതല്ല, വലിയ വിവരണമാണ് അദ്ദേഹത്തിന് പറയേണ്ടിയിരുന്നത്. 1971 സ്ക്രീനിൽ കാണുമ്പോൾ അറിയാം മമ്മൂക്കയുടെ ശബ്ദത്തിൻ്റെ മാസ്മരികത. നേരത്തെ പറഞ്ഞ സിനിമ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വികാരങ്ങളൊക്കെ മമ്മൂക്കയുടെ ശബ്ദത്തിൽ പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യും. മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും പേരിൽ തെറ്റായ വാർത്തകളൊക്കെ പ്രചരിക്കുന്നവർക്കറിയില്ല അവർക്കിടയിലെ ബന്ധം എന്താണെന്നും സൗഹൃദം എന്താണെന്നും മേജർ രവി പറഞ്ഞു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.